അങ്ങനെ നമ്മൾ രാവിലെ ഉണ്ട് നേരെ ജിമ്മിലോട്ട് വിടുകയാണ്. അങ്ങനെ ജിമ്മിലെത്തി കുറച്ച് നേരം വർക്കൗട്ടും കാര്യങ്ങളൊക്കെ അവിടെ ചെയ്ത് കഴിഞ്ഞു. ഇതാണ് നമ്മുടെ ട്രെയിനർ വരുന്നത്. ട്രെയിനർ മാത്രമല്ല നമ്മുടെ കമ്പനിക്കാരൻ കൂടെയാണ്. അങ്ങനെ അവിടുന്ന് നേരെ നമ്മൾ വീട്ടിലോട്ട് ഇറങ്ങി. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിക്കൊണ്ട് നേരെ വർക്കിന് റെഡിയായി കുഞ്ഞോടെ നിൽക്കുന്നു. കുഞ്ഞായിട്ട് കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞ് നേരെ വർക്കിന് ഇറങ്ങി. പോകുന്ന വഴിക്ക് നമുക്ക് വൈഫ് വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ ഒന്ന് കയറണമായിരുന്നു. നമുക്ക് ഫുഡ് കൊടുത്തിട്ടില്ലായിരുന്നു. നമുക്ക് ഫുഡ് കൊണ്ട് കൊടുത്ത് അവർക്ക് ടാറ്റായും പറഞ്ഞു. അങ്ങനെ അവിടെ നമ്മൾ നേരെ നമ്മുടെ ഷോപ്പിലോട്ട് എത്തി. ഇപ്പോൾ ഇതാണ് നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവർ. അപ്പോൾ അവരുമായിട്ടൊക്കെ നിന്ന് കുറച്ച് നേരം സംസാരിച്ചത് കഴിഞ്ഞ് കുറച്ച് പെൻഡിങ് വർക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ അതും തീർത്ത് അങ്ങനെ പെൻഡിങ് ഉണ്ടായിരുന്ന കുറച്ച് വർക്കൊക്കെ തീർത്ത് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഞാൻ ശക്തി കൊണ്ട് ഇറങ്ങി. അങ്ങനെ ഫുഡ് കഴിച്ച് ഷോപ്പിൽ കുറച്ച് നേരം നിന്ന് ഇപ്പോൾ ഈവനിങ് ആയപ്പോൾ ഒരു ചായയും കുടിച്ച് നമ്മൾ അങ്ങനെ ഈവനിങ് കഴിഞ്ഞ് നമുക്കൊരു കസ്റ്റമർ ഉണ്ടായിരുന്നു. കസ്റ്റമർക്ക് ഫിനാൻസും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തു. അങ്ങനെ നമ്മൾ കുറച്ച് നേരത്തെ ഇന്ന് ഷോപ്പിൽ നിന്ന് ഇറങ്ങി. അങ്ങനെ ഇന്ന് കുഞ്ഞിനെയും വൈഫിനെ കൂടെ ടൗണിൽ പോകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുഞ്ഞിനെ റെഡിയാക്കി ഞങ്ങളും റെഡിയായി നേരെ ടൗണിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അങ്ങനെ അവരെയും കൊണ്ട് ഞാൻ ആദ്യം പോയത് ബൺമസ്ക കഴിക്കാനാണ്. നമ്മുടെ ആലപ്പുഴയിൽ ബൺമസ്ക എന്ന് പറഞ്ഞ ഒരു ട്രെൻഡിങ് സാധനം വന്നിട്ട് ഇതുവരെ നമ്മൾ ബൺമസ്ക കഴിച്ചിട്ടില്ല. അങ്ങനെ സ്പോട്ടിലെത്തി ഇവരാണ് നമുക്ക് ബൺമസ്കയും കാര്യങ്ങളൊക്കെ റെഡിയാക്കി തന്നത്. അങ്ങനെ ഇതിൻ്റെ അകത്ത് 2 ഫ്ലേവറാണുള്ളത്. ഒന്ന് വാനിലയും ഒന്ന് ചോക്ലേറ്റും. അതിൻ്റെ വാനിലയാണ് നമുക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. കുഞ്ഞിനായി കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. നമ്മൾ ഫുഡും കൊടുത്ത് നമ്മൾ നേരെ മുല്ലക്കലോട്ട് ഇറങ്ങി. അങ്ങനെ നമ്മൾ മുല്ലക്കലെത്തി. മുല്ലക്കൽ നമ്മൾ ചെന്ന സമയത്ത് നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു. അങ്ങനെ അവരെയും കൊണ്ട് കുറച്ച് നേരം നമ്മൾ അവിടെയൊക്കെ സ്പെൻഡ് ചെയ്ത് നിന്ന് അങ്ങനെ കുഞ്ഞിന് ഈ ലൈറ്റും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ അവന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവന് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ വരുന്ന വഴിക്ക് നമ്മൾ കുറച്ച് കൂട്ടുകാരന്മാരെ കണ്ടപ്പോൾ അവന്മാരോട് കുറച്ച് നേരം സംസാരിച്ചുകൊണ്ടൊക്കെ നിന്ന്. അപ്പോൾ അവന്മാരും കുഞ്ഞുമായിട്ട് ഭയങ്കര സംസാരവും കാര്യങ്ങളൊക്കെ. അതുവഴി നേരെ അവനൊരു കളിപ്പാട്ടവും മേടിച്ചെടുത്ത് നമ്മൾ നേരെ പുട്ടുംകാട്ടിലോട്ടെത്തി. അങ്ങനെ അവിടുത്തെ നമ്മൾ നേരെ ഓരോ ചായയും പറഞ്ഞ് കുറച്ച് നേരം എല്ലാവരും കൂടെ വർത്താനവും ഒക്കെ പറഞ്ഞു നേരെ അവിടുന്ന് വീട്ടിലോട്ട് വിട്ടു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സ്റ്റേ ട്യൂൺ. ബൈ ബൈ.